ബഹിരാകാശ ശാസ്ത്രരംഗത്തെ സങ്കീർണമായ ശാസ്ത്രവിദ്യയാണ് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും സാങ്കേതിക വിദ്യകൾ വിജയകരമായി നടത്തിയിട്ടുള്ളത്. എന്താണ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ? മനുഷ്യരെ വഹിക്കുന്നതോ അല്ലാത്തതോ ആയ രണ്ട് സ്വതന്ത്ര ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുകയും തുടർന്ന് ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ്. ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഡോക്കിംഗ് സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണ്. ISROയുടെ PSLV C-60 റോക്കറ്റ്, ചേസർ, ടാർഗറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെയാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇവയെ പരസ്പരം അടുപ്പിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. 220 കിലോഗ്രാം ഭാരമാണ് ഈ രണ്ട് ഉപഗ്രഹങ്ങൾക്കുമുള്ളത്. ഡോക്കിംഗ് സാങ്കേതിക വിദ്യ പോലെ തന്നെ ഏറെ നിർണായകമാണ് അൺഡോക്കിംഗ്. കൂട്ടിയോജിപ്പിച്ച രണ്ട് ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്ന പ്രക്രിയയാണ് അൺഡോക്കിംഗ്. മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗതയിലാണ് സ്പേസ് ഹാൻഡ് ഷേക്ക് നടത്തി ഈ ഉപഗ്രഹങ്ങളെ ഒറ്റ യൂണിറ്റാക്കി മാറ്റുന്നത്. അതിവേഗത്തിൽ വരുന്നതിനാൽ ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടി ഒഴിവാക്കുക എന്നത് അതീവ ശ്രമകരമാണ്. ഡോക്കിംഗ് അൺഡോക്കിംഗ് പ്രക്രിയയ്ക്ക് ശേഷം സാറ്റലൈറ്റുകൾ ഏകദേശം 2 വർഷത്തോളം ബഹിരാകാശത്ത് തുടരും. ചന്ദ്രയാൻ 4, ഭാരതീയ അന്താരാഷ്ട്ര സ്റ്റേഷൻ, ഗഗൻയാൻ എന്നിവയ്ക്ക് അൺഡോക്കിംഗ് നിർണായകമാണ്. 2035 കൂടിയാണ് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം പ്രവർത്തനം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും.